കഥ ഭ്രാന്തി. രചന ശ്രീ ഡോക്ടർ കെ ലൈലാസ്. അവതരണം ഷാഹിന എസ്. അവൾക്കൊരു പേരുണ്ടായിരുന്നുവെന്ന് ആ ഗ്രാമം പണ്ടേ മറന്നുപോയിരുന്നു. ഭ്രാന്തി. എല്ലാവരും അവളെ അങ്ങനെ വിളിച്ചു. പുലർച്ചെ ആദ്യ ബസ് എത്തുന്നതിനും മുമ്പേ അവൾ ബസ് സ്റ്റാൻഡിലെത്തും. കയ്യിലൊരു പഴകിയ തുണിപ്പൊതി കാണും. അതിനുള്ളിൽ കുറച്ച് ഉണങ്ങിയ പൂക്കൾ, ഒരു കുഞ്ഞിൻ്റെ പൊട്ടിയ പിങ്ക് ഹെയർ ക്ലിപ്പ്, നിറമങ്ങിയ കളിപ്പാവ, പിന്നെ ആരും വായിക്കാത്തൊരു പഴയ ഡയറി. ഒരു ബസ് വന്ന് അടുത്ത് നിൽക്കുമ്പോൾ അവൾ യാത്രക്കാരുടെ മുഖങ്ങളിലേക്ക് ആർത്തിയോടെ നോക്കും, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളുടെ മുഖങ്ങളിലേക്ക്. അവർ ഇറങ്ങിപ്പോകുന്നതുവരെ ആ കണ്ണുകൾ അവരെ തന്നെ പിന്തുടരും. ബസ് കണ്ണിൽ നിന്നും മറയുമ്പോൾ വീണ്ടും മടുപ്പില്ലാത്ത ആ കാത്തിരിപ്പ് തുടരും. ഇവൾ ആരെയോ കാത്തിരിപ്പാണ്. അതല്ലടാ, ഭ്രാന്താണ്. ഗ്രാമം വിധിയെഴുതി. തെരുവ് കുട്ടികൾ അവളെ കല്ലെറിഞ്ഞു രസിച്ചു. യുവാക്കൾ മൊബൈൽ ക്യാമറകളിൽ പകർത്തി സാമൂഹിക മാധ്യമങ്ങൾ ചിരിവിറ്റു. കടക്കാരൻ ദയ തോന്നിക്കൊടുത്ത ബാക്കി വന്ന ചായ അവൾ വഴിയരികിൽ തണുത്തു വിറച്ചു കിടന്ന തെരുവ് നായക്കുട്ടിക്ക് കൊടുത്തു. ഭ്രാന്തിക്ക് ഭ്രാന്ത് കൂടുതൽ. അവർ വീണ്ടും ചിരിച്ചു. ഒരിക്കൽ സ്കൂളിലെ മലയാളം അധ്യാപകൻ കുട്ടികളോട് ചോദിച്ചു, കുട്ടികളെ എന്താണ് ഭ്രാന്ത്? ഒരു കുട്ടി പറഞ്ഞു, അസംബന്ധം പറയുന്നത്. മറ്റൊരു കുട്ടി പറഞ്ഞു, ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുന്നത്. അപ്പോൾ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്ന ഒരു പെൺകുട്ടി പതുക്കെ പറഞ്ഞു, സാർ, നമ്മുടെ ബസ് സ്റ്റോപ്പിൽ എന്നും കാണുന്ന ചേച്ചി ഓരോ ബസ് പോകുമ്പോഴും ഒളിച്ചു നിന്ന് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അധ്യാപകൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. മഴ കനത്ത ഒരു സന്ധ്യയിലായിരുന്നു അത്. റോഡിലൂടെ വാഹനങ്ങൾ പാഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ബസ് സ്റ്റാൻഡിൽ നല്ല തിരക്ക്. ഒരു നിമിഷം അമ്മയുടെ കൈവിട്ട് ഒരു കൊച്ചുകുട്ടി ഓടി വന്ന് റോഡിലേക്ക് എടുത്തു ചാടി. ലക്ഷ്യമില്ലാതെ പാഞ്ഞു വന്ന ഒരു ലോറിയുടെ ഹോൺ മുഴങ്ങി. ബ്രേക്കിന്റെ ഭയാനകമായ ശബ്ദം. ജനക്കൂട്ടം നിലവിളിച്ചു. പക്ഷെ ആ നിമിഷത്തിൽ ഓടിയത് ഒരാൾ മാത്രമായിരുന്നു, ഭ്രാന്തി. അവൾ കുട്ടിയെ റോഡിന്റെ ഒരു വശത്തേക്ക് വാരി എറിഞ്ഞു. സ്വന്തം ശരീരം മാത്രം ആ വലിയ ചക്രങ്ങൾക്കിടയിൽ അമർന്നു. ആശുപത്രിയിൽ വെച്ച് അവളുടെ പഴകിയ തുണിപ്പൊതി തുറന്നപ്പോൾ ഡോക്ടർ അമ്പരന്നു പോയി. അതിലെ ഡയറിയുടെ ആദ്യ താളിൽ മനോഹരമായ അക്ഷരങ്ങളിൽ ഇങ്ങനെ എഴുതിയിരുന്നു, എൻ്റെ മകൾ മീരയെ രക്ഷിക്കാൻ അന്നൊരാളെങ്കിലും ഓടിയെത്തിയിരുന്നെങ്കിൽ. തുടർന്നുള്ള പേജുകൾ നിറയെ തീയതികളായിരുന്നു. ഓരോ തീയതിക്കും താഴെ വിവിധ ബസ് സ്റ്റാൻഡുകളുടെ പേരുകൾ. അവസാന പേജിൽ ഒരു വരി മാത്രം, എനിക്ക് എൻ്റെ മകളെ തിരികെ കിട്ടിയില്ല. പക്ഷെ ഇനിയൊരമ്മയ്ക്കും ഈ വേദന അനുഭവിക്കേണ്ടി വരരുത്. അവൾ മരിച്ചില്ല. മാസങ്ങൾക്ക് ശേഷം അതേ ബസ് സ്റ്റാൻഡിൽ അവൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. കയ്യിൽ അതേ തുണിപ്പൊതി, കണ്ണുകളിൽ അതേ കാത്തിരിപ്പ്.